നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെയാണ് അവസാനിച്ചത്. 19 പേരാണ് ഇതുവരെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയും ചെയ്യും. വൈകിട്ട് 3 മണിയോടെ സാധുവായ നാമനിർദ്ദേശ പത്രികകൾ എത്ര പേരുടേതാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യും. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ് ആദ്യം നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്നലെയാണ് നാമനിർദ്ദേശക പത്രിക നൽകിയത്. ആര്യടൻ ഷൗക്കത്ത് ഇന്ന് പഞ്ചായത്ത് തല പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു. രാവിലെ 8:30 പോത്തുകൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് പര്യടനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച UDF കൺവെൻഷനിൽ നിന്നും അബ്ബാസ് അലി തങ്ങൾ വിട്ടുനിന്നിരുന്നു. സംഭവം വിവാദമായതോടെ നേതൃത്വം ഇടപെട്ടാണ് ഇന്ന് നടക്കുന്ന പരിപാടിയിലേക്ക് അബ്ബാസ് അലി തങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ മണ്ഡല പര്യടനം തുടരുകയാണിപ്പോൾ. പ്രചരണത്തിനായി മന്ത്രിമാർ അടക്കം മണ്ഡലത്തിലെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വീണ്ടും നിലമ്പൂരിലെത്തുകയും ചെയ്യും. മണ്ഡലത്തിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനൊപ്പം ക്രൈസ്തവ വോട്ട് നേടുകയാണ് BJPയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തുകയും എന്നാൽ വാശിയേറിയ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി BJP ഇവിടെ അക്ഷീണം പ്രവർത്തിക്കുകയുണ്ടായേക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ആസൂത്രണം ചെയ്ത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകലായിരിക്കും പ്രഥമ ലക്ഷ്യം. നിലമ്പൂരിൽ UDFും LDFും തമ്മിലാണ് രാഷ്ട്രീയ മത്സരമെന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുന്നതെങ്കിലും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും JPPM മുന്നണിയുടെ ലേബലിൽ മത്സരിക്കുന്ന PV അൻവറും സജീവമായി രംഗത്തുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന്റെ സ്ഥാവര ജംഗമ ആസ്തികളുടെ മൊത്തം മൂല്യം ഏകദേശം 34.07 കോടി രൂപയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്നു. 20.60 കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശത്തോടൊപ്പം തന്നെ സമർപ്പിച്ച സത്യവാൻ മൂലത്തിലാണ് അൻവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പണമില്ലാത്തതിനാൽ മത്സരിക്കാനാകില്ലെന്നും അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി, ഞാൻ കടക്കാരനായി, ഉടനെ ജപ്തി വരും, 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാതാക്കി എന്നും അൻവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. കൈവശമുള്ള പണം 25,000 രൂപയാണെന്നും അൻവർ സത്യവാൻ മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2 ഭാര്യമാരുടെ കൈവശം 10,000 രൂപ വീതമുണ്ട്. 1.06 കോടി രൂപ വിലമതിക്കുന്ന 150 പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെയും പക്കലുമുണ്ട്. 18.14 കോടി രൂപയുടെ ജംഗമ ആസ്തികളാണ് അൻവറിനുള്ളത്. ബാങ്ക് വായ്പയായും മറ്റും 20 കോടിയുടെ ബാധ്യതയുമുണ്ട്. 2021 മത്സരിച്ചപ്പോൾ 18.57 കോടി രൂപയായിരുന്നു അൻവറിന്റെ ആസ്തി. 16.94 കോടി രൂപയുടെ ബാധ്യതയും ഉണ്ടായിരുന്നു.